അസ്സലാമലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമല്ലെങ്കിലൊക്കെ അൽഹംദുലില്ലാ നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്, സുഖമായിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എന്താ പരിപാടി എന്നായിരിക്കൂലേ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇത്തിരി തിരക്കിലാണ്. ഒരു ഇത്താത്താനെ കാണാനുള്ള തിരക്കിലാണ് കേട്ടോ. ഒരു ഇത്താത്ത കുറേ ദിവസമായി കാണണം. നമ്മളൊരു സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ ഒരു ഏട്ടത്തിനെ പോലെ നമ്മളിങ്ങനെ സ്നേഹിച്ച് കണ്ട് എപ്പോഴും വാട്സപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണ താത്തയാണ് കേട്ടോ. അപ്പോൾ താത്ത നാട്ടിലുണ്ട്, ഒന്ന് വാറിഷാൻക്ക് എന്നെ ഒന്ന് കാണാനാന്ന് പറഞ്ഞപ്പോഴേ അപ്പം ഒന്ന് മാറ്റി ഒരുങ്ങിക്കാണ്ട് ആ ഭാഗത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ കാലൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണ്. മറ്റേ പ്ലാസ്റ്റർ കെട്ടിയിട്ടുണ്ട് കേട്ടോ കാലിന്. കിടക്കുമ്പോൾ ഞാൻ എന്താ കാട്ടല് ചോദിച്ചാൽ കിടക്കുമ്പോൾ അയച്ചു വെക്കലാണ് കേട്ടോ. നടക്കുമ്പോൾ മാത്രമേ ഇടലുള്ളൂ. അപ്പോൾ ആ മുട്ടിൻ്റെ ഉള്ളിലെ തറപറയൊക്കെ ഒന്നും ഇങ്ങോട്ട് നിൽക്കും, ശരിയായിക്കോളും. ഒന്നും ഇങ്ങോട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. ആ നല്ല വേദനയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. മുട്ടിൻ്റെ അവിടെ അങ്ങനെ ഒരു വീക്കം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ശരിയായിക്കോളും, അത് സാവധാനേ മാറുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് നമ്മളെ മുട്ടിന് ഊരക്കൊക്കെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാലേ, അതങ്ങനെ പെട്ടെന്നൊന്നും മാറൂല. എന്നൊരു ചെറിയ വേദന പോലെ ഉണ്ടാവും. എന്നാലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ നമ്മൾ ചെയ്യണം. ഞാൻ പോണടത്തേക്കൊക്കെ ഞാൻ പോകലുണ്ട്. ഒരുവിധം വയ്ക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ഞാൻ ചെയ്യലുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഇതൊക്കെ നുള്ളി നുറുക്കിക്കാണ്ട് എടുക്കാമെന്നായിരിക്കൂലേ. ആ ഇത്താക്ക് ഒരു മോളുണ്ട് കേട്ടോ. ആ മോളെടുത്തേക്കാണ് ആ മോൾക്ക് കുറച്ച് ബണ്ണൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് കരുതിക്കാണ്ട്. നമ്മളൊരു സന്തോഷമല്ലേ, നമ്മളെ വീട്ടിൽ എന്താ ഉള്ളത്, നമ്മളെ കയ്യിൽ എന്താ ഉള്ളത്, അത് നമ്മൾ കൊടുക്കുമ്പോൾ, നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കുമ്പോൾ ഒരു സന്തോഷമാണ് അല്ലേ. ആദ്യം മുതലേ നമ്മളെ സപ്പോർട്ട് ചെയ്യണം, എനിക്ക് എപ്പോഴും വിളിക്കണം, മെസ്സേജ് ചെയ്യണമൊക്കെ ഒരു ഇത്തയാണ് കേട്ടോ. അപ്പോൾ അതാക്കണ അതിൻ്റെ ബണ്ണുകളൊക്കെ ഞാൻ മുറിച്ച് കാണ്ട് റൂൾ ചെയ്തെടുക്കുകയാണ്. പിന്നെ കൈ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും അത് അത് നമ്മൾ വെള്ളം ഇങ്ങനെ തട്ടിയിട്ട് കയ്യുമ്മൽ പാത്രമൊക്കെ കഴുകുമ്പോൾ എപ്പോഴും വെള്ളം ഇങ്ങനെ തട്ടിക്കൊണ്ടാരം, അതുകൊണ്ടായിരിക്കാം അവിടെ ഇങ്ങനെ ഭയങ്കര നീറ്റൽ. പിന്നെ കെട്ടി പൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉള്ളിലാകെ വെള്ളം നനഞ്ഞുകാണ്ട് ഒന്നിനും പറ്റാതാവും. അപ്പം ഞാൻ എന്താ കാട്ടി വെച്ചാൽ അതാണ് കഴിച്ചു വന്നിട്ട്. പിന്നെ പാത്രം കകലോ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ അത് നല്ലോണം തുടച്ചിട്ട് ഓയിൽമെൻറ്റ് ഇടും കേട്ടോ. 2 ദിവസമൊക്കെ മരുന്ന് എഴുതി തന്നീന്, അതങ്ങനെ ശരിയായിക്കോളേ. നമ്മളെ കൈജും കാലൊക്കെ എപ്പോഴും അങ്ങനെ തന്നെയല്ലേ. എന്നാലും ഇപ്പം നമ്മൾ എടുക്കണമൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് നിൽക്കണം. ബണ്ണ് മുറിച്ചിട്ട് കാണുന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ അടുത്ത് നിന്ന് ഒരുപാട് ആളുകൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം. കുറേ ആളുകൾക്ക് സെയിൽ ചെയ്യാൻ കഴിയും, ചില ആളുകൾക്ക് സെയിൽ ചെയ്യാൻ കഴിയൂല. പിന്നെ ഇതൊക്കെ ഒന്ന് സെയിൽ ചെയ്യാന്ന് പറയുന്നത് അത് അവനവൻ്റെ സാമർഥ്യമൊക്കെയാണ് കേട്ടോ. ഫാൻസിയിലൊക്കെ മോഡൽസ് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക. അവിടെ ഒന്നും വലിയ റേറ്റിന് നമുക്ക് കൊടുക്കാൻ കഴിയൂല. അവർക്കും ഇങ്ങൾക്കും ലാഭമുള്ള രീതിയിൽ ഇല്ലാന്ന് ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട് കേട്ടോ. മനുഷ്യന്മാരെ പറ്റിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് വാങ്ങുമ്പോഴായാലും അത് റൂൾ ചെയ്ത് കാണിച്ചു തരുമ്പോഴും ഞാൻ പറയലുണ്ട്. അപ്പോൾ അവിടെ ഒരു ചെറിയ റേറ്റിന് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുള്ളൂ എന്ന് പറയലുണ്ട്. ഇതെന്താത്ത ചെറിയ റേറ്റിന് അവിടെ കൊടുക്കാൻ കഴിയുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അതെന്താണെന്നോ അവർക്ക് സെയിൽ ചെയ്യേണ്ടത്. അത് നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം അല്ലേ. ഇനിയിപ്പോൾ 10 ഉറുപ്പ്യൻ്റെ ബണ്ണിന് നമുക്ക് 5 ഉറുപ്പ്യ വെച്ചിട്ടൊക്കെ അവിടെ കൊടുക്കാൻ കഴിയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എപ്പോഴാണ് ലാഭം ചോദിച്ചാൽ മെറ്റീരിയൽസിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി എടുക്കുമ്പോൾ റേറ്റ് കൂടുതലായിരിക്കും. പിന്നെ കൂടുതൽ എടുക്കുമ്പോൾ റേറ്റ് കമ്മിയായിട്ട് കിട്ടും. പിന്നെ ബൾക്കായിട്ട് എടുക്കുമ്പോഴാണ് നല്ല ലാഭം കിട്ടുക. അപ്പോൾ ബൾക്കായിട്ട് ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് എടുക്കാൻ കഴിയൂല. ആദ്യം ഒന്നെങ്കിൽ എല്ലാം അടങ്ങിയ 1/2 kg കിറ്റ് അല്ലെങ്കിൽ ഒരു 1/4 kg കിറ്റ്, അതേ ഞാൻ എടുപ്പിച്ചല്ലുള്ളൂ. എല്ലാവർക്കും ഇപ്പോൾ ആ കഴിവുണ്ടാവില്ല. എന്നാലും ലേസ് എടുത്തുകൊണ്ട് ചെയ്ത് നോക്കിയെന്ന് ഞങ്ങളോട് പറയണത് എന്താ വെച്ചാൽ ചിലവർക്കൊരു രക്ഷപ്പെടലാണ്. അല്ലാത്തവർക്ക് ഇനി ചെയ്തിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ സെയിൽ ചെയ്ത് പോയാലും ബാക്കിയില്ല നമ്മളെ മക്കൾക്ക് ഉപയോഗിക്കുക. അതെന്തായാലും വേസ്റ്റായി ഒഴിവാവുന്നില്ലല്ലോ. പിന്നെ നൈലോൺ ഇങ്ങനെ മുറിച്ചണം കേട്ടോ. കണ്ടില്ല നിങ്ങൾ നൈലോൺ ഞാൻ മുറിച്ചണ്. നൈലോൺ പറ്റ കുഞ്ഞിയതാക്കരുത്, അങ്ങനെ ആക്കിയാൽ ബൗസ് ഉണ്ടാവില്ല. ഈ നൈലോൺ നല്ലൊരു ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് കേട്ടോ. നമ്മളെ ചൈനീസ് നൈലോൺ ഇറങ്ങേണ്ട ഈ സാധനം ഞാൻ പറക്കലുള്ളൂ. മറ്റേ ആ കോട്ടൻ്റെ ഞാൻ ഇറക്കലില്ല. ഒന്നാമത് അത് ഒരട്ടോ രണ്ടട്ടോ ഇട്ട് തലമേൽ ഇട്ട് കഴിഞ്ഞാൽ കുട്ടികളെ പറ്റങ്ങോട്ട് നസി കുസിയാവും. ഇതാവുമ്പോൾ കുറേ കാലം നിൽക്കും, നല്ല ക്വാളിറ്റിയാണ്. നിങ്ങളടുത്ത് വല്ല മുത്തോ പവഴയോ കല്ലോ മാലൻ്റെ മുത്തോ അല്ലെങ്കിൽ ഇനി ഉടുപ്പിൻ്റെയൊക്കെ ചെറിയ ഫ്ലവറൊക്കെ ഉണ്ടെങ്കിൽ ഒരു തുള്ളി പശ വാങ്ങിക്കാണ്ട് ആ പശ തുള്ളി ഒട്ടിച്ചുകാണ്ട് അവിടെ ഒട്ടിച്ച് വെച്ചാൽ മതി ആ ഒരു ബണ്ണിമ്മൽ. അപ്പോൾ നല്ല രസമല്ലേ ആവും ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഈ പ്രാവശ്യം വന്നൊരു മോഡൽസാണ് ഈ ഒരു ബണ്ണ് കേട്ടോ. ഇതൊരു ചപ്പിയ മോഡൽ. ഇത് കണ്ടുകാണ്ട് അന്തം വിടണ്ട, ഒരു മോതിര ബണ്ണ് കേട്ടോ. പക്ഷെ നല്ല ഹൈ ക്വാളിറ്റിയാണ് കേട്ടോ. അങ്ങോട്ട് നോക്കിയാൽ റൂൾ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഇതൊക്കെ നല്ല ഒരു ഇതുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ബണ്ണാണ്. ഇതിൽ ബ്ലാക്കിൽ ഒരുപാടുണ്ട്. ആവശ്യക്കാർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. കൂടുതൽ ആളുകളും വൈറ്റും ബ്ലാക്കൊക്കെയാണ് എൻ്റെ അടുത്ത് നിന്ന് ചോദിക്കൽ കേട്ടോ. അപ്പോൾ വൈറ്റും ബ്ലാക്കൊക്കെ പരിമിതികളാണ്. ഒന്നാമത് എല്ലാവരും ചോദിക്കണോണ്ട്. പിന്നെ വൈറ്റുമ്പോൾ തിരിച്ചളിയൊക്കെ പുറത്തുണ്ടെങ്കിലും നിങ്ങൾ പേടിച്ചൊന്നും വേണ്ട കേട്ടോ. അതൊന്നും തിരിച്ചിട്ട് റൂൾ ചെയ്യുമ്പോൾ ശരിയോ. പിന്നെ ഉള്ളിൽ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പച്ച് മെസ്സേജ് വിട്ടോണ്ടി കേട്ടോ. എന്താണെന്നോ ഇതൊക്കെ ഒരു മെഷീൻ അടിച്ച് വരുന്ന സാധനം, അതിൻ്റെ ഉള്ളൊന്നും നമുക്ക് കാണാൻ കഴിയൂലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോണ്ടി കേട്ടോ.
പിന്നെ 2 പീസ് ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്. ഇത്താത്താക്ക് ഇനി ഒന്ന് മുറിച്ച് നോക്കിക്കോളും കരുതികാണ്ട്. വെറുതെ പെരയിലിങ്ങനെ കുത്തിറക്കുമ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ അവൾക്ക് ഇഷ്ടമാണ്. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇഷ്ടമാണല്ലോ, നമുക്കൊന്ന് ചെയ്ത് നോക്കാമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ കുട്ടിക്ക് കുറച്ച് ബണ്ണ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു സന്തോഷം, നമ്മളൊരു തീർപ്പതിയാണ് കേട്ടോ. അപ്പോൾ അതിൽക്കൂടെ ഒരു 2 കഷ്ണം നീളത്തിൽ വെച്ചിക്കാൻ ഞാൻ. താത്താക്ക് ഒഴിവൊന്നും ഉണ്ടാവില്ല നമ്മളെ ഈ ബണ്ണൊന്നും മുറിച്ചെടുക്കാൻ. എന്നാലും ഒന്നിങ്ങോട്ട് നമുക്ക് ഒരു കണ്ടതിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു തൃപ്പതി അരം ചിലവർക്ക് അത് മുറിച്ചെടുക്കാനൊക്കെ കേട്ടോ. അപ്പോൾ അതാക്കണ് റൂൾ ചെയ്ത് കണ്ട് അതിൽ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ നൂലൊന്നും ഉണ്ടാവില്ല എണ്ണിയാളെ. എന്നാൾ ഒരാൾ വാങ്ങിയിട്ട് അങ്ങനെ പറയുന്നുണ്ട്, നമുക്കത് അറിയില്ലല്ലോ. ചിലപ്പോൾ ഞാൻ ബട്ടർഫ്ലൈ ബണ്ണാണ് എഴുതിട്ടോ. ബട്ടർഫ്ലൈ ബണ്ണിന് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരലുണ്ട്. ബിഗ് ബണ്ണിന് ആദ്യമായിട്ടാണ് വരുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോണ്ടേ, നമ്മളെ താത്തയല്ലേ, നമ്മളതൊക്കെ ഒന്നും ഒരു കുഴപ്പമില്ല, ഒരു വിഷയമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞുകൊണ്ട് പോയിട്ടോ, പോയിക്കാണ്ട് വന്നിക്കാണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. താത്താനെയൊക്കെ കണ്ടിക്കാണ്ട് പോന്നു. കണ്ടിട്ട് ഭയങ്കര സന്തോഷം കേട്ടോ. അൽഹംദുലില്ലാ, ഒരുപാട് കണ്ടുമുട്ടിയാലും ഒരുപാട് സന്തോഷം. ഒരുപാട് യൂട്യൂബിൽ നിന്ന് എനിക്ക് നല്ല കൂട്ടുകാരികളെയും ഉമ്മമാരും ഇത്തമാരെയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും ദൂരമല്ലേ, അത്ര ദൂരമൊന്നും എനിക്ക് പോയി കാണാൻ കഴിയില്ല. കണ്ണൂർ, തൃശ്ശൂർ, പാലക്കാട് ഇങ്ങനെയല്ലേ ഒന്നും നമുക്ക് പോകാൻ കഴിയില്ല. ഇത് മലപ്പുറത്ത് തന്നെയാണ് എന്ന് അറിഞ്ഞപ്പോഴേ ഭയങ്കര സന്തോഷം. താത്ത ആദ്യമേ എൻ്റെ വീഡിയോസ് കാണാനാണ്. അപ്പോൾ എന്തുണ്ടെങ്കിലും അപ്പം മെസ്സേജ് ഇട്ട് ചോദിച്ചും ചെയ്യും, കയ്യിൻ്റെ കാല് കിടന്നോ കൈ കിടന്നോ ഒക്കെ. അപ്പോൾ ഒന്ന് താത്ത ഇവിടെ ഉണ്ട്, നാട്ടിലുണ്ട് പറഞ്ഞപ്പോഴേ താത്ത ഒന്ന് വാറിഷാൻ ഒന്ന് കാണാൻ അങ്ങോട്ട് വരാ ചേതാലും കഴിയൂലടി പറഞ്ഞപ്പോഴേ ഒന്ന് കാണാൻ പോയതാണ് കേട്ടോ. അപ്പോൾ കണ്ടുകാണ്ടൊക്കെ പോന്നു. പിന്നെ ഒന്ന് വെള്ളിയാഴ്ചയൊക്കെ അല്ലായിരുന്നു. അപ്പോൾ കണ്ടുകാണ്ടൊക്കെ പോന്നു. ഇനി വൈകുന്നേരം അയക്കണം. അപ്പോൾ വൈകുന്നേരത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ പോന്നപ്പോൾ ലേസം പഞ്ചാരയും അതേപോലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അതേപോലെ ഒരു പാക്ക് പാലും പാക്കൊക്കെ വാങ്ങി. കുട്ടികൾക്ക് ചായയൊക്കെ ഉണ്ടാക്കാമല്ലോ, ഇതുപോലൊക്കെ സ്കൂൾക്ക് പോയതല്ലേ. അപ്പോൾ ഷെയ്മോളൊന്നും ഇവിടെ ഉണ്ടായിനി. ഓൾക്ക് കയ്യും കാലും വേദന എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് വിട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പനിയല്ലേ, പനീൻ്റെ സീസണല്ലേ. ഈ ചുമ്മാക്കും അതേപോലെ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ ശ്വാസത്തിന്. അപ്പോൾ പിന്നെ ഓളിന്ന് ഞാൻ വിട്ടിട്ടില്ല, ഷെയ്മോളാക്കി കണ്ട. പക്ഷേ രാവിലെ എല്ലാ പണിയും കഴിച്ചിട്ടാണ് പോയത് കേട്ടോ. ഇമ്മാനെ കുളിപ്പിച്ച് എല്ലാ പണിയും കഴിഞ്ഞ് കണ്ട് ഒരു മൂലക്കിലെത്തി ബേബിയാളൊക്കെ മേലകി കൊടുത്ത് അതുപോലെ ചോറ് വെച്ച് ഇങ്ങനെ ചെറിയ ചെറിയ എല്ലാ പണികളൊക്കെ കഴിച്ചിട്ടാണ് പോയത്. എന്നാൽ പിന്നെ സമാധാനമായി ഓൾക്ക് കുട്ടികളെ ഇമ്മാനെയും അങ്ങനെ നോക്കിയിരുന്നാൽ മതിയല്ലോ. ഇനിയിപ്പം ഇന്ന് വെള്ളിയാഴ്ചയൊക്കെ അല്ലേ, മുസാഫൊക്കെ എടുത്ത് കൊടുത്താൽ അതങ്ങനെ ഓതിയിരുന്നോളും. കുട്ടികൾ എന്തെങ്കിലുമൊക്കെ അവിടെ കാർട്ടൂണോ എന്തെങ്കിലുമൊക്കെ കണ്ടിരുന്നോളും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാണ്ട് മടങ്ങി പോന്നപ്പോൾ ലേസം പാലൊക്കെ വാങ്ങിപ്പോന്ന് ഞാൻ. നല്ല പാലിൽ ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ കരുതികാണ്ട്. ഇങ്ങനെ ചായ ആദ്യമായിട്ട് ഉണ്ടാക്കല്, ഇങ്ങനെ ഉണ്ടാക്കലില്ല കേട്ടോ. നിങ്ങൾ ഇവിടുന്ന് മലപ്പുറം വിട്ട് കഴിഞ്ഞാൽ കൂടുതൽ എൻ്റെ ഏട്ടത്തി തന്നെ പറയും കേട്ടോ, ഓലോടെയൊക്കെ ചായ എങ്ങനെ ഉണ്ടാക്കല് ചോദിച്ചാൽ പാല് പറന്ന് കണ്ട് അതിക്ക് തുള്ളി വെള്ളേ പോരുള്ളൂ, എന്നിട്ട് ചായപ്പൊടി ഇട്ട് തൽപ്പിച്ചലാണ് നല്ല രസമായിരുന്നു ചായ പറയും. പക്ഷേ ഇവിടെ ഒന്നും അങ്ങനെ ഉണ്ടാക്കലില്ല. ഇവിടെ ഞാൻ ചായ ഉണ്ടാക്കി കണ്ട് അതിക്കൊരു നുള്ളു പാല് പറന്ന് കണ്ട് ആ കളറൊന്നും മാറും. കളർ മാറിയാൽ തന്നെ കുട്ടികൾക്ക് ഭയങ്കര തീർപ്പതിയാണ്. പാൽ ചായ ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്കൊക്കെ കേട്ടോ. അത് ഉമ്മമാക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ പഴയ വീഡിയോസിലൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലേ, പാൽ ചായ അറിയുമ്പോൾ അവർക്ക് ഭയങ്കര തീർപ്പതിയാണ്. അപ്പോൾ ഒരു തുള്ളി പാൽ ഉറ്റിച്ചാൽ അതൊരു കളറാവുമ്പോൾ ബൗസാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കണം ആദ്യമായിട്ട്. അപ്പം ഇങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ട് ബൗസിൽ കുടിച്ചട്ടെ എന്ന് കരുതിയിട്ട് തന്നെ കേട്ടോ. ലേസം ബായക്കപ്പൊരിയൊക്കെ വാങ്ങിപ്പോന്നു കുട്ടികൾക്ക് ചായക്കടി കേട്ടോ. ഇനി അവർക്ക് ചായയും കടിയും കാര്യങ്ങളൊക്കെ കൊടുക്കട്ടെ. ബേബികളൊക്കെ ഉണ്ട് അവിടെ. നമ്മൾ ഷെയ്മോളെ ഏൽപ്പിച്ച് പോയതുകൊണ്ട് തന്നെ ഒരു സമാധാനം ഉണ്ട് കേട്ടോ. ഓള് ശ്രദ്ധിച്ചോളും നന്നായിട്ട്. പിന്നെ എന്താണെന്നോ, ഇന്നലെ ഇപ്പം ഞങ്ങൾ എവിടെയോ പോയിരുന്നു ഞാനും കാക്കും. അപ്പോൾ അതിന് അങ്ങാടിയിലെത്തിയപ്പോൾ അതിന് ഋതു വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ, മിന്നുമ്മാൻ്റെ കൈ മുറി അയക്കണ് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ വികൃതി അല്ലാതെ കാട്ടും മിന്നുമ്മയും പൊന്നുമ്മയും. എന്നാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വാതിൻ്റെ ഇടയിൽ കുടുങ്ങിയതാണ്. പിന്നെ ഞങ്ങൾ ഓടി വന്നപ്പോൾ അതിനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ വാതിൻ്റെ ഈ മൂലക്കലൊക്കെ എന്താ കാട്ടിലെന്നോ, തുണി എന്തെങ്കിലുമൊക്കെ വെക്കുന്ന, പിന്നെ വാതിൽ അടക്കുമ്പോൾ അടിയില്ല. അപ്പോൾ അങ്ങനെ കാട്ടലാണ് കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് ഭയങ്കര തിരക്കിലാണ്. വൈകുന്നേരം ചായയും കടി അറിയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. പിന്നെ എന്താണെന്നോ, ഞാനെന്താ കാട്ടിലെന്നോ, കടി ഉണ്ടെങ്കിലേ ചായ ഉണ്ടാക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ ചായക്കല്ല ആവശ്യം, കടിക്കാണ്. അത് നമ്മളെ പെരയിലൊക്കെ അങ്ങനെ തന്നെ അല്ലേ. സ്കൂൾ ഇട്ടെന്നാൽ ആദ്യം കടി എന്ന് പറയാം. ചായ എന്ന് പറയണത് എന്തിനാ, കടി കിട്ടാനല്ല, ചായ കുടിച്ചാനൊന്നും അല്ല കേട്ടോ. അപ്പോൾ കടി ഉണ്ടായാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ കടി ഉണ്ടാകുമ്പോൾ മാത്രമേ ഞാൻ ചായ ഉണ്ടാക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ചിലപ്പോൾ നാരങ്ങളോ ചിലപ്പോൾ ഞാൻ മുണ്ടാതെ തുറക്കും, അങ്ങനെയൊക്കെ കാട്ടലാണ് കേട്ടോ.
അപ്പോൾ അതാക്കണ് ഉഷാറാവുന്നുണ്ട്. ചായയൊക്കെ നല്ലോണം പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി പാൽ ചായ ഒക്കെ കുടിച്ചുകൊണ്ട് പിന്നെ വീഡിയോസ് വല്ലാതെ ഇടാൻ വയ്യട്ടോ മക്കളെ. ഇല്ല വീഡിയോസ് നിങ്ങളൊന്നും കണ്ട് സ്കിപ്പ് അടിച്ചാതെ സപ്പോർട്ട് ചെയ്ത് തന്നാൽ മതി. ഒന്നാമത് നിങ്ങൾക്ക് അറിയാം, ഈ ഒരു വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കൂടി ഇപ്പം ഇഞ്ഞെക്കൊണ്ട് കഴിച്ചണില്ല. താങ്ങാൻ കഴിച്ചണില്ല. താങ്ങിയാൽ പറ്റണതാണ് എന്ന് പറയുമല്ലോ, അങ്ങനെ കഴിച്ചായിട്ടാണ് കേട്ടോ. ഒന്നാമത് ഒഴിവും കിട്ടലില്ല. പിന്നെ എന്താ റിഷാ മൊയ്തു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടേ ഒന്നാണ് ലൈക്കും ചെയ്യോണ്ടി, ഒന്നാണ് ഷെയറും ചെയ്യോണ്ടി മാക്സിമം കേട്ടോ. പിന്നെ എണ്ണ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ എണ്ണ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഓർഡർ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയണതാണ്, ആവശ്യക്കാരുണ്ടാവുമ്പോഴേ ഞാൻ ഉണ്ടാക്കലുള്ളൂ, അല്ലാതെ വെറുതെ ഇവിടെ ഉണ്ടാക്കി വെക്കലില്ല. അപ്പോൾ നമുക്ക് മെസ്സേജ് ഇട്ടോലും പൈസ തന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും എണ്ണ ഉണ്ടാക്കി നാളത്തെ ഷിപ്പിങ്ങിൽ എല്ലാവരും വിടും. അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് ഓർഡർ ചെയ്തോളി. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇതെന്ത് സാധനം, ഇതെന്ത് എണ്ണയാണ് എന്ന് മനസ്സിലാവില്ല. എണ്ണ നമ്മളെ കാര്യമായിട്ട് നമ്മളെ മൈഗ്രീൻ്റെ തലവേദന, മുടി കൊഴിച്ചിൽ, അതേപോലെ താരന്, പിന്നെ നമ്മളെ കുഞ്ഞു കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാമെന്ന് ഞാൻ പറയലുണ്ട്. കുട്ടികളെ തലയിലുണ്ടാകുന്ന ചൊറി, ചരങ്ങ്, മുറികളൊക്കെ ഉണ്ടാവുമല്ലോ പേൻ കടിച്ചിട്ടില്ലേ, അത് പിന്നെ ഈര്, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ അത് നല്ലൊരു എണ്ണയാണ് കേട്ടോ. എൻ്റെ ഇച്ചുവിൻ്റെ തലയിലൊക്കെ നിറച്ചും പേനേനി. അന്നത്തെ ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ലേ, അന്നത്തെ വീഡിയോസൊക്കെ നമ്മളത് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഇപ്പം നല്ല മുടിയായിട്ടുണ്ട്, ആ ഈരും പേനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മാറ്റം ഉണ്ടാവും. അതേപോലെ ഉമ്മമാർക്ക് ഉറക്കത്തിനും ഈ ഉറക്കില്ല എന്ന് പറയുമല്ലോ, അപ്പോൾ അതിനൊക്കെ എല്ലാവരും നല്ലൊരു എണ്ണ തന്നെയാണ് നമ്മളെ ഇച്ചൂസ് ഹെയർ ഓയിൽ കേട്ടോ. ആവശ്യക്കാർ പെട്ടെന്ന് വിളിച്ചോളി. 200 ml നമ്മൾ സ്റ്റാർട്ടിങ് ഉണ്ട്. ലേശം എണ്ണ ഞാനിപ്പോൾ ഇന്ന് രാത്രി ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ കൈപോലെയൊക്കെ ഉണ്ടാക്കും, കുറേ നേരം നിൽക്കാൻ കഴിയൂല വെച്ചാൽ. അപ്പോൾ ഞാൻ അവിടെ സ്റ്റൂൾ ഇട്ടുകാണ്ടി പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഓല് ചെയ്തു തരും. കാക്കും പ്രീതും ഒക്കെ ആ മരുന്നുകളൊക്കെ വെട്ടിയെടുക്കാനും ക്ലീൻ ചെയ്യാനും വൃത്തിയാക്കി തുടക്കാനും പൊടിച്ചെടുക്കാനൊക്കെ കാക്കും റീതും ഷെയ്മോളും ഒക്കെ കൂടി തരും. പിന്നെ ആ കൂട്ടുകൾ ഞാൻ ഇട്ടാലേ റെഡി ആവുള്ളൂ. മരുന്നുകൾക്കൊരു കൂട്ടുകളുണ്ടല്ലോ, അപ്പോൾ അത് കറക്റ്റ് ലെവൽ വരണം, അത് ഞാനിട്ടാലേ ശരിയുള്ളൂ. അപ്പം ഞാനവിടെ സ്റ്റൂളിട്ട് ഇരുന്നുകാണ്ട് ഞാൻ തന്നെയാണ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ആവശ്യക്കാർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളി. ഇനി നമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ബേജാറാണ്ടാ. റിഷാ മൊയ്തു ചാനൽ നമ്മളെ ചാനലാണ്. എല്ലാ ചാനലിലും അധിക ചാനലും നമ്മളെ ബണ്ണിൻ്റെയും എണ്ണൻ്റെയും ഒക്കെ ഒരു നമ്പർ തന്നെയാണ്. വിളിച്ചോളി കേട്ടോ. പിന്നെ ചായ ഉണ്ടാക്കിയാണ്, ഇനി ചായയൊക്കെ കൊടുക്കട്ടെ മുത്തുമണികൾക്ക് കേട്ടോ. പിന്നെന്താ, പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ ഒന്നരാടൊക്കെ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെ നമ്മളെ വീഡിയോസുകൾ വരുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുകാണ്ട് ഒന്നും സപ്പോർട്ട് ചെയ്ത് തരുകൊണ്ട് ലൈക്കുമ്പോൾ തൊടാൻ മറക്കരുത്. ആ പോണ പോക്കിൽ ആ ലൈക്കുമ്പോൾ തൊടുകൊണ്ടി കേട്ടോ. പിന്നെ റിഷാ മൊയ്തു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണണമെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബും ചെയ്യുകൊണ്ടി. അസ്സലാമു അലൈക്കും.